ദേശീയ തലത്തിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. AICCയുടെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു. ചെക്കുകൾ മടങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് വക്താവ് അറിയിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു പിടി മാധ്യമങ്ങൾ ഇതിനെ മറ്റൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ കാര്യം യഥാർത്ഥത്തിൽ അതല്ല. 210 കോടി രൂപയുടെ ആദായ നികുതിയുടെ കുടിശ്ശിക വരുത്തിയതിനാണ് ഇപ്പോൾ ഈ മരവിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായ നടപടിയാണ്. രാജ്യത്തെ ഏത് പൗരനും ഏത് സ്ഥാപനത്തിനും ആദായ നികുതി കുടിശ്ശിക വരുത്തിയാൽ സ്വാഭാവികമായുള്ള നടപടിക്രമങ്ങളുണ്ടാകും. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ തങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമമാണ്. തങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കും, തങ്ങൾ നൽകുന്ന ചെക്കുകളെല്ലാം മടങ്ങുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും 210 കോടി രൂപ ആദായ നികുതി വകുപ്പിന് അടയ്ക്കുവാനുണ്ട്. ഇതിൻ്റെ നോട്ടീസും മറ്റും പലതവണ ഈ പാർട്ടിക്ക് ലഭിച്ചിരുന്നതാണെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏതായാലും വരും മണിക്കൂറിൽ എന്താണ് കോൺഗ്രസിൻ്റെ അടുത്ത നീക്കമെന്ന് കാത്തിരുന്ന് കാണാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.